സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലേ, കേരളത്തിൻ്റെ ഒരു ഇരട്ട ചങ്കനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ്. ആ സഖാവിനെ പറ്റി മമ്മൂക്ക പറഞ്ഞൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുമാണ്. നമുക്കറിയാം, വയനാട് ചൂരൽമലയിലുണ്ടായ ആ ഒരു മഹാദുരന്തം, ഒരു പ്രളയത്തിലുണ്ടായ, ഒരു പ്രളയക്കെടുതിയിലുണ്ടായ ആ ഒരു വലിയ മണ്ണിടിച്ചിലുണ്ടായ ഒരു ദുരന്തം. ആ ദുരന്തം ബാക്കി വെച്ച കുറച്ച് ആളുകളുടെ അതിജീവനത്തിൻ്റെ കഥകളും അതിജീവനത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ സഖാവ് മുന്നിലേക്ക് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തതാണ്. അതായത് അവിടെ അതിജീവിക്കുന്ന ആളുകളുടെ പുനരധിജീവനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒന്നുകൂടി ഉയർത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ എന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വീണ്ടും ഞാൻ പറയുകയാണ്, വീഡിയോ കാണുന്നവർക്കറിയാം, പുതുതായിട്ട് കാണുന്നവരാണ്, നിങ്ങളൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു പാർട്ടിയുടെയും ഒരാളുടെയും മൂട് താങ്ങി നടക്കുന്ന ഒരാളല്ല. നല്ലത് ചെയ്യുന്നവരെ നല്ലതെന്ന് പറയും. അത് ഈവൻ BJP നല്ലത് ചെയ്താലും നല്ലതെന്ന് തന്നെ പറയും. ചെയ്യുന്നത് മോശമാണെങ്കിൽ ആ നല്ലത് പറഞ്ഞ നാവ് കൊണ്ട് തന്നെ മോശമാണെന്നും പറയാനുള്ള ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. ഇപ്പോൾ എന്തുകൊണ്ട് പിണറായി വിജയൻ സഖാവിനെ പറ്റി വീഡിയോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു പ്രവൃത്തി ഞാൻ കണ്ടത് ആ വയനാട്ടിലെ ആ ഒരു ദുരന്ത ബാധിതർക്ക്, അല്ലെ വയനാട്ടിലെ ആ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ സഖാവും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളും ചെയ്തൊരു നല്ല പ്രവൃത്തി കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെപ്പറ്റി, അല്ലെങ്കിൽ ആ പിണറായി വിജയൻ സഖാവ് നേരത്തെ പറഞ്ഞൊരു കാര്യം, മമ്മൂക്ക പറഞ്ഞൊരു മുൻപ് വന്നൊരു വീഡിയോ ആണ്. കൈരളി TV-യുടെ ഒരു വാർഷിക ദിനത്തോടനുബന്ധിച്ച് മമ്മൂക്ക പറഞ്ഞ ആ ഒരു വേദിയിൽ വെച്ചിട്ട് പിണറായി വിജയൻ സഖാവും ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു വേദിയിൽ വെച്ചിട്ട് മമ്മൂക്ക പറയുന്ന വാക്കുകളാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. അതിൽ മമ്മൂക്ക പറയുന്നത് ഇങ്ങനെയാണ്: നാട് മുന്നേറാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മമ്മൂട്ടിയോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CPIM കേരള എന്ന് പറയുന്ന ഒരു പേജിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ ഒരുപാട് കമൻറ്റുകളുണ്ട് കേട്ടോ. കൊടുങ്കാറ്റിലും ഉലയാത്ത കരുത്ത്, കേരളത്തിൻ്റെ പവർ ഹൗസ്, വൺ ആൻഡ് ഓൺലി ക്യാപ്റ്റൻ, ജനക്ഷേമ പദ്ധതികളിലും അദ്ദേഹം പുലർത്തുന്ന കൃത്യത കേരളത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. 0.2 സെക്കൻഡിൽ തീരുമാനങ്ങൾ, വികസനത്തിൽ ഫുൾ ഓൺ പവർ, ഉറപ്പാണ് LDF, ഇടത് ഇനിയും തുടരും എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട്. ഇത് തുടരണം അല്ലെങ്കിൽ അവസാനിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ ഉണ്ടാവും, മോശം ചെയ്താൽ അത് വളരെ മോശമാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് മമ്മൂക്ക പറയുന്നതെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. 10 വർഷമായി കേരളത്തിൻ്റെ സാരഥിയായി, കേരളത്തിൽ നാം എന്ന് കാണുന്ന പല കാര്യങ്ങളിലും പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയായി വർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു ചരിത്രമാണ്. ഇതിനു മുമ്പ് ആരും 10 വർഷം തുടർച്ചയായിട്ട് ഇരുന്നിട്ടില്ല. ആദ്യത്തെ 5 വർഷവും രണ്ടാമത്തെ 5 വർഷവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന്റെ ഭരണം തന്നെ കഴിഞ്ഞു വരുന്ന അടുത്ത 5 വർഷമാണ്. ഈ 2 വർഷങ്ങൾ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ 5 വർഷവും ഭരിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളായിരിക്കും കേരളത്തിലുണ്ടായിരിക്കും? ഒരു പ്രധാന കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു ഘട്ടം നാട് നേടിയ പുരോഗതി 2016 മുൻപുള്ള കാലമെടുത്താൽ അതേ രീതിയിൽ നിലനിർത്താനോ തുടർച്ചയുണ്ടാക്കാനോ കഴിയാറില്ല. നേരെ മറിച്ച് അധോഗതിയിലേക്ക് പോയ അനുഭവമുണ്ട്. എന്നാൽ 2021 തുടർ ഭരണം സമ്മാനിച്ചപ്പോൾ 2016-21 കാലത്ത് എന്താണോ നടപ്പാക്കിയത് അവ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനും നല്ല ഫലം സൃഷ്ടിക്കാനും കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് അതിദാരിദ്ര്യമുക്തമായ കേരളം. മുഖ്യമന്ത്രിമാർക്ക് ആർക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത ദുരന്തങ്ങളും പകർച്ചവ്യാധികളെയും അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്. വെള്ളപ്പൊക്കവും കോവിഡുമൊക്കെ എങ്ങനെ എത്ര മനസ്ഥൈര്യത്തോടുകൂടി, എത്ര ധൈര്യത്തോടുകൂടി, എത്ര ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം നേരിട്ടു. ഇതിനെക്കൊണ്ട ഒരു ധൈര്യം എന്തായിരുന്നു? അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത, നമ്മുടെ ജനതയുടെ പ്രത്യേകത. നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കേരളത്തെ പ്രാപ്തമാക്കിയത്. അതാണ് അസാധ്യം എന്ന ഒന്ന് ഇല്ല എന്നത് കേരളം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ടില്ലേ, ഇങ്ങനെ തുടരുകയാണ് ആ ഒരു ചോദ്യങ്ങൾ.
മമ്മൂക്ക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നേതാവ് എന്നതിനേക്കാൾ അപ്പുറം നല്ലൊരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള പിണറായി വിജയൻ സഖാവ് ഉത്തരം പറയുന്നത്. ഞാനൊരു കമ്മിയൊന്നുമല്ല കേട്ടോ. ഇനി ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പലരും കമ്മിയെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഒരു ഉത്തരങ്ങൾ പറയുമ്പോഴും അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ജനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അല്ലെ ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പൂർണ്ണത ഉണ്ടാവുന്നത്, അല്ലെ ഇങ്ങനെയുള്ള ജനങ്ങൾ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതെന്നും നമ്മുടെ നാടിൻ്റെ ഐക്യമാണ് ഇതിനെ എല്ലാം വിളിച്ച് കാണിക്കുന്നതെന്നുമൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത്. അത് പറയുമ്പോൾ മമ്മൂക്കയുടെ ഓരോ ചോദ്യങ്ങളും ഏതൊക്കെ രീതിയിലാണ് പോകുന്നതെന്ന് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അവിടെ എടുത്ത് ചോദിക്കുന്നത്. നമുക്കറിയാം ലാലേട്ടൻ ഈയിടയ്ക്ക് വന്നിട്ടൊരു ചോദ്യോത്തര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതൊരു ശരിക്കും ഒരു PR വർക്ക് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഉള്ളത് പറയാമല്ലോ. അത് പിണറായി വിജയൻ സഖാവിൻ്റെ അടുത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് പിണറായി വിജയൻ സഖാവ് എന്തൊക്കെയോ പറയുന്നു. അത് ശരിക്കും ഒരു PR വർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇത് ലൈവായിട്ട് ആ സ്റ്റേജിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് മമ്മൂക്ക അവിടെ മമ്മൂക്കയുടെ ആ ഒരു എന്താ പറയുക, മമ്മൂക്കയുടെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ സഖാവ് അല്ല സാറേ എന്നൊന്നും മമ്മൂക്ക വിളിക്കുന്നില്ല. മമ്മൂക്ക പറയുന്നത് പിണറായി വിജയൻ, ശ്രീ പിണറായി വിജയൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ഒരു നേതാവാണ് അങ്ങ്. അങ്ങക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? അല്ലെ എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഒരുപാട് മഹാമാരികളും ഒരുപാട് ദുരന്തങ്ങളുമൊക്കെ ആഞ്ഞടിക്കുന്ന സമയത്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് ഈ പിണറായി വിജയൻ സഖാവ് വരുന്നത്, അല്ലെ പിണറായി വിജയൻ സഖാവ് ഇരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഈ രീതികൾ, അല്ലെ ഈ വരുന്ന മഹാമാരികളെയൊക്കെ നേരിട്ടതെന്നും ഈ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നും ഇനി എന്താണ് അദ്ദേഹത്തിന് ചെയ്യാനുള്ള പ്ലാൻ എന്നൊക്കെ മമ്മൂക്ക ചോദിക്കുമ്പോൾ എല്ലാത്തിനും കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള മറുപടികൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൃത്യനിഷ്ഠ എന്ന് പറയുന്നൊരു സാധനം കോവിഡ് ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കോവിഡ് ടൈമിൽ ഞാൻ എപ്പോഴും ഇരുന്ന് വാർത്തകൾ കാണാൻ വേണ്ടി നോക്കും. എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു ടൈമിങ് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കൃത്യനിഷ്ഠത കാണാൻ വേണ്ടിയിട്ട്. മറ്റു പല കാര്യങ്ങളിലും എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ടൈം എന്ന് പറഞ്ഞ് 8 മണി എന്ന് പറഞ്ഞാൽ 7:55 ആകുമ്പോൾ അവിടെ എത്തിയിരിക്കും. അതിനുശേഷം 8 മണി എന്ന് പറഞ്ഞാൽ ആ 8 മണിക്ക് ഷാർപ്പ് 8 മണിയാകുമ്പോൾ ആ ഒരു പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു വാർത്താ സമ്മേളനം സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് വരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾക്കൊന്നും അതങ്ങനെ അദ്ദേഹം മറുപടി കൊടുക്കാറില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് വേണ്ട രീതിയിൽ എന്താണ് കോവിഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, കോവിഡ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, പാത്രം കൊട്ടി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെ ഇതിനെ നമുക്ക് മറികടക്കാം, എവിടെയൊക്കെ എത്രയൊക്കെ രീതിയിൽ കോവിഡ് വ്യാപിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്ത് പ്രിക്കോഷൻസ് എടുക്കണം എന്നെല്ലാം പറയുന്ന ഒരു പത്രസമ്മേളനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു പിണറായി വിജയൻ സഖാവിൻ്റെ ഒരു പത്രസമ്മേളനം കോവിഡ് ടൈമിൽ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. പിന്നീട് അതിനുശേഷവും പല പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങൾ അതിലൊരു തെല്ലിട വിടാതെ പാലിക്കുന്ന ഒരു സഖാവിനെ, അല്ലെ ഒരു നേതാവിനെയും കൂടിയാണ് നമ്മളവിടെ കണ്ടത്. അതായത് ഈ വയനാട് ചൂരൽമലയിൽ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് അവർ വീട് പണിത് നൽകും, വീട് മാത്രമല്ല ഒരു നഗരം തന്നെ ഞങ്ങൾ കെട്ടിപ്പടുത്ത് ഉയർത്തി നൽകുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പദ്ധതി അവർ പൂർണ്ണമാക്കുകയും ചെയ്തു. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിലൊക്കെ സഹായിച്ചിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള 2000 കോടി ചോദിച്ചപ്പോൾ 260 കോടി കൊടുത്ത് തഴഞ്ഞിട്ട് പിന്നീട് വലിയ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. BJP മാത്രമല്ല കോൺഗ്രസ്സിലുള്ള ആളുകളുടെയും മെഴുകലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഏതൊക്കെ ഒന്ന് മെഴുകിയാലും വെറുതെ പ്രഹസനത്തിന് വേണ്ടിയിട്ട് 5-6 ഫോട്ടോയും എടുത്ത് ആരുടെയെങ്കിലൊക്കെ കണ്ണുനീര് ഒപ്പിയിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് പാവങ്ങളുടെ കൂടെ പോയി അട്ടപ്പാടിയിൽ ആദിവാസികളുടെ കൂടെ പോയിരുന്നിട്ട് കളിയാക്കിയതല്ല, അങ്ങനെയാണ് വാർത്തകളിലൊക്കെ വന്നത് കേട്ടോ. അട്ടപ്പാടിയിലുള്ള ആ ഒരു മനുഷ്യരുടെയൊക്കെ കൂടെ പോയിരുന്നിട്ട് ആഹാരം കഴിച്ചിട്ട് ചേച്ചിയുടെ പേരെന്താ, അടുത്തിരിക്കുന്ന ആളുടെ പേരെന്താ, പേര് പറയൂ എന്നൊക്കെ പറയുന്ന പ്രഹസന ഓളി VD സതീശനെ പോലെ അല്ല എന്തായാലും സഖാവ് പിണറായി വിജയൻ. ആ ഒരു കാര്യത്തിൽ എനിക്ക് എന്തായാലും ഉറപ്പാണ്. ഇങ്ങനത്തെ തരം താഴ്ന്ന പരിപാടിക്കൊന്നും പുള്ളി പോകാറില്ല. ഇലക്ഷൻ മുന്നിൽ കാണുമ്പോൾ പോയി കെട്ടിപ്പിടിച്ച് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോയി കെട്ടിപ്പിടിച്ച് മോനെ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്ന പ്രഹസനങ്ങളൊന്നും പുള്ളി ചെയ്യാറില്ല. ഞാനീ പറയുന്നത് സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനും കമൻ്റ് ഇട്ടോ. സത്യമാണെങ്കിൽ അംഗീകരിക്കണം, അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു പിണറായി വിജയൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റി നിർത്തിയേക്കാം. പിണറായി വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി അയാളുടെ ലൈഫിൽ അയാൾ എന്തെങ്കിലുമൊക്കെ മോശം ചെയ്യുന്നുണ്ടാവാം. നല്ലൊരു നേതാവിനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നല്ലൊരു നേതാവിനെ നമുക്ക് കിട്ടി. ഉമ്മൻചാണ്ടിക്ക് ശേഷം നല്ലൊരു നേതാവിനെ നമുക്ക് കിട്ടിയത് പിണറായി വിജയൻ തന്നെയാണ്. അതിന് ഒരു സംശയം ആർക്കും ഇല്ല. ഒരുപാട് പാവങ്ങളുണ്ട്. ആ പാവങ്ങളോട് ചോദിച്ചാൽ അറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. അല്ലാതെ പണക്കാരോടോ പണച്ചാക്കുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും പിണറായി വിജയൻ മോശമാണ്, അതൊന്നും വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ട് മമ്മൂക്ക ഇവരെയൊക്കെ ചേർത്ത് നിർത്തുന്നു, അല്ലെ എന്തുകൊണ്ട് മമ്മൂക്ക പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന കമ്മ്യൂണിസം ആയതുകൊണ്ട് മാത്രമല്ല. മമ്മൂക്കയുടെ രാഷ്ട്രീയം കമ്മ്യൂണിസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ആ രാഷ്ട്രീയത്തിനപ്പുറം മമ്മൂക്ക മനുഷ്യരെ എല്ലാവരെയും മനുഷ്യനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. മനുഷ്യ സ്നേഹങ്ങൾക്ക് ഒരുപാട് വില നൽകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനെ അംഗീകരിക്കുന്നതും.
അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിണറായി വിജയൻ വരുന്ന ഓരോ വേദികളിലും ഒരുമിച്ച് നിൽക്കുന്നതും. അല്ലെങ്കിൽ മമ്മൂക്ക ഇവരൊന്നും മൈൻഡ് പോലും ചെയ്യില്ല, പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ പണി നോക്കുന്ന ആൾ കൂടിയാണ്. നമുക്കറിയാം മമ്മൂക്കയുടെ നിലപാട്, നിലവാരം, വ്യക്തിത്വം ഇതെല്ലാം അത് വിട്ട് അദ്ദേഹം ഒരു കളിക്കും പോകാറില്ല. ഇന്നവരെ പോയിട്ടില്ല, ഇനി തൊട്ട് പോവുകയില്ല. അങ്ങനെയുള്ളൊരു മമ്മൂക്ക പിണറായി വിജയനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവെന്ന് പറഞ്ഞുകൊണ്ട് അയാളോടൊപ്പം ഓരോ വേദികൾ പങ്കിടണമെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ വാസ്തവം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇല്ലാതെ ഇല്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും മലയാളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ രണ്ട് അഭിമാന വ്യക്തിത്വങ്ങളാണ്, ഒന്ന് മമ്മൂക്കയും, രണ്ട് നമ്മുടെ പിണറായി വിജയൻ സഖാവും. എന്തായാലും എന്നും ഇങ്ങനെ തന്നെ രണ്ടുപേരും പോകട്ടെ. നല്ല കാര്യങ്ങൾ, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അത് ഇനിയും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ആരൊക്കെ വന്ന് വീഴുകയാലും, ആരൊക്കെ ചത്താലും, ആരൊക്കെ ജീവിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഇവർ രണ്ടുപേരും ചരിത്രം കുറിച്ചു കഴിഞ്ഞു. ചരിത്രത്തിൽ രേഖപ്പെടുത്താനായിട്ട് രണ്ടുപേരുടെയും പേര് എന്നും ഉണ്ടാവുമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.